ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ്. പെട്രോളും ഡീസലും വേണ്ടാത്ത ഇക്കോ ഫ്രണ്ട്ലി ഇലക്ട്രിക് വാഹനങ്ങളുടെ കാലമാണ് വരാൻ പോകുന്നത്. അതായത് പമ്പിൽ പോകാതെ വണ്ടി ഓടിക്കാം, പൊടിയും പുകയുമില്ലാതെ, എഞ്ചിനുകളുടെ കാതടപ്പിക്കുന്ന ഇരമ്പലുകൾ ഇല്ലാതെ സുഖകരമായി യാത്ര ചെയ്യാം. ഏറെ അകലെയില്ലാതെ ആ കാലത്തിലേക്ക് നിശബ്ദമായി നമ്മെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മുടെ നിരത്തുകൾ കീഴടക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. വൈദ്യുതി ഇന്ധനമാക്കി ഓടുന്ന വാഹനങ്ങളാണ് വൈദ്യുത വാഹനങ്ങൾ എന്ന് പറയുന്നത്. ഇലക്ട്രിക് വെഹിക്കിൾ എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് EV. ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം വൈദ്യുതി ഇന്ധനമാക്കി ഓടുന്ന ഈ വാഹനങ്ങളിൽ ട്രെയിനുകളും ബോട്ടുകളും വിമാനങ്ങളും സ്പേസ് ഷിപ്പുകളുമെല്ലാം ഉൾപ്പെടുമെങ്കിലും റോഡിലോടുന്ന വാഹനങ്ങളെയാണ് പൊതുവെ ഈ വാഹനങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നത്. ഇലക്ട്രിക് ട്രെയിനുകളെ പോലെ ഓടുന്നതിനിടെ വൈദ്യുതി വലിച്ചെടുക്കാൻ കഴിയാത്തതിനാൽ ബാറ്ററിയിൽ സംഭരിച്ച ഊർജമാണ് ഇവയുടെ ഇന്ധനം. വൈദ്യുതി വാഹനങ്ങൾ ഇന്ന് കരയിലും വെള്ളത്തിലും ആകാശത്തും ബഹിരാകാശത്തുമുണ്ട്. ഇലക്ട്രിക് ട്രെയിനുകൾ, ഇലക്ട്രിക് കാറുകൾ, ഇരുചക്ര മൂച്ചക്ര വാഹനങ്ങൾ എന്നിവ കരയിലും, വൈദ്യുത ബോട്ടുകളും കപ്പലുകളും വെള്ളത്തിലും, വൈദ്യുത വിമാനങ്ങൾ ആകാശത്തിലും, വൈദ്യുത സ്പേസ് ഷട്ടിലുകൾ ബഹിരാകാശവും കീഴടക്കാനുള്ള ശ്രമത്തിലാണ്. ഇന്നത്തെയും നാളത്തെയും വാഹനമായി ശാസ്ത്ര സാങ്കേതിക ലോകം ഇവയെ വിശേഷിപ്പിക്കുന്നു. ലോകരാജ്യങ്ങളിലെ സർക്കാരുകൾ ഇവയ്ക്ക് വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത്. പരമ്പരാഗത വാഹനങ്ങൾക്ക് പകരം വൈദ്യുത വാഹനങ്ങൾ എന്ന ലക്ഷ്യത്തിലേക്ക് ഈ നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ എത്താനുള്ള ശ്രമത്തിലാണ് ഇന്ന് ലോകരാജ്യങ്ങൾ. വായു മലിനീകരണമാണ് ഇന്ന് ഏറ്റവും വലിയ വില്ലൻ. ലോകത്തെ മിക്ക നഗരങ്ങളിലെയും വായു ശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ മാറിക്കഴിഞ്ഞു. വാഹന പുകയാണ് പ്രധാന കാരണം. പെട്രോൾ, ഡീസൽ വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന ഇവ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും വലിയ ശത്രുവായി മാറിക്കഴിഞ്ഞു. ഇതിനൊരു പരിഹാരമാണ് വൈദ്യുത വാഹനങ്ങൾ. അതുകൊണ്ട് തന്നെ ഭാവി സമൂഹത്തിൻ്റെ പ്രതീക്ഷ ഇനി ഇലക്ട്രിക് വെഹിക്കിളിലാണ്. വാഹനങ്ങളുടെ ചരിത്രത്തിലെ പുതുമുഖമല്ല വൈദ്യുത വാഹനങ്ങൾ. 180 വർഷത്തെ ചരിത്രമുണ്ട് അതിന്. ഇന്ന് റോഡിലെ കേമന്മാരായ പെട്രോൾ, ഡീസൽ വാഹനങ്ങളെക്കാൾ മുമ്പേ അവ മനുഷ്യരെയും കൊണ്ട് യാത്ര തുടങ്ങി എന്നാണ് ചരിത്രം പറയുന്നത്. വിജയകരമായി ആദ്യം ഓടിയ വൈദ്യുത വാഹനം ഇലക്ട്രിക് കാറുകളാണ്. 1884 ലണ്ടൻ നഗരത്തിലാണ് ആദ്യത്തെ ഇലക്ട്രിക് കാറുകൾ ഓടിത്തുടങ്ങിയത്. തോമസ് പാർക്കർ ആയിരുന്നു ഇതിൻ്റെ ശില്പി. പക്ഷേ ഇതിനു മുൻപേ 1839 തന്നെ ഇലക്ട്രിക് കാർ കണ്ടുപിടിച്ചു കഴിഞ്ഞിരുന്നു. 1888 ജർമ്മനിയിലും വൈദ്യുതി കാർ ഓടിത്തുടങ്ങിക്കഴിഞ്ഞു. ആൻഡ്രിയാസ് ഫ്രോക്കൻ ആയിരുന്നു ഇതിൻ്റെ നിർമ്മാതാവ്. വൈദ്യുത വാഹനങ്ങൾ അക്കാലത്ത് ഇഷ്ടവാഹനങ്ങളായി. വൈദ്യുത കാറുകൾ കണ്ടുപിടിച്ചതോടെ ഇലക്ട്രിക് ടാക്സികളും നിരത്തിലിറങ്ങി. ന്യൂയോർക്ക് നഗരത്തിലാണ് ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ടാക്സി പ്രത്യക്ഷപ്പെട്ടത്. സാധാരണ ബാറ്ററിക്ക് പകരം റീചാർജ് ചെയ്യാവുന്ന ബാറ്ററികൾ കണ്ടുപിടിച്ചതാണ് വൈദ്യുത വാഹനങ്ങളുടെ ചരിത്രത്തിൽ വഴിത്തിരിവായത്. 1859 ഫ്രഞ്ച് ഗവേഷകനായ ഹാസ്റ്റൻ ഫ്ലാൻഡോ റീചാർജ് ചെയ്യാവുന്ന ലെഡ് ആസിഡ് ബാറ്ററി കണ്ടെത്തുകയും 1881 അൽഫോൺസ് ഫയറെ എന്ന ഫ്രഞ്ചുകാരൻ ഫ്ലാൻഡയുടെ ബാറ്ററി പരിഷ്കരിച്ച് അതിൻ്റെ സംഭരണശേഷി കൂട്ടുകയും ചെയ്തു. ലോകപ്രശസ്ത ശാസ്ത്രജ്ഞൻ തോമസ് ആൽവ എഡിസന്റെ കണ്ടെത്തലുകളും ഇലക്ട്രിക് വാഹനങ്ങളുടെ വളർച്ചയ്ക്ക് നിർണായകമായി. റീചാർജ് ചെയ്യാവുന്ന ലെഡ് ആസിഡ് ബാറ്ററിയേക്കാൾ മെച്ചമായ നിക്കൽ അയൺ ബാറ്ററി എഡിസൺ കണ്ടെത്തിയത് ഇലക്ട്രിക് വാഹനങ്ങളുടെ വളർച്ചയ്ക്ക് വൻ കുതിപ്പ് നൽകി. ഇതിന് വില അല്പം കൂടുതലായിരുന്നു, പക്ഷേ വാഹനത്തിന് കൂടുതൽ വേഗത നൽകാൻ ഇത് സഹായിച്ചു. 1870 മുതൽ 1900 വരെയുള്ള കാലം വൈദ്യുത വാഹനങ്ങളുടെ സുവർണകാലം എന്നാണ് അറിയപ്പെടുന്നത്.
20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ഏതാണ്ട് 20 കൊല്ലക്കാലം ഇലക്ട്രിക് വാഹനങ്ങളുടെ കുതിപ്പിൻ്റെ കാലമായിരുന്നു എന്ന് പറയാം. അന്ന് ലോകത്തിലുണ്ടായിരുന്ന വൈദ്യുത കാറുകളുടെ എണ്ണം 30,000 ആയിരുന്നു. ഇത് പെട്രോൾ ഡീസൽ കാറുകളേക്കാൾ കൂടുതലായിരുന്നു. എന്നാൽ പിന്നീട് ഇലക്ട്രിക് കാറുകൾ നിരത്തുകളിൽ നിന്നും പിൻവാങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. തുടക്കത്തിലെ തന്നെ ചില പോരായ്മകൾ ഇലക്ട്രിക് വാഹനങ്ങൾക്കുണ്ടായിരുന്നു. ഉയർന്ന വില, കുറഞ്ഞ വേഗം, കുറഞ്ഞ സമയത്തേക്ക് മാത്രം ചാർജ് നിൽക്കുന്ന ബാറ്ററി എന്നിവയായിരുന്നു അതിൽ പ്രധാനം. 1912-ൽ മെക്കാനിക്കൽ എഞ്ചിനീയറായിരുന്ന ചാൾസ് കീറ്ററിംഗ് ഇലക്ട്രിക് സ്റ്റാർട്ടർ കണ്ടുപിടിച്ചത് പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ വളർച്ചയ്ക്ക് വഴിത്തിരിവായി മാറി. വൈദ്യുത കാറുകളെ അപേക്ഷിച്ച് ആദ്യകാലത്തെ പെട്രോൾ കാറുകൾ സ്റ്റാർട്ടാക്കാൻ താക്കോൽ ഇടുന്നതിന് പകരം കാറിൻ്റെ മുൻഭാഗത്ത് കമ്പിയിട്ട് കൈകൊണ്ട് തിരിച്ചാണ് അവ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇതിനൊരു പരിഹാരമായിരുന്നു ചാൾസ് കീറ്ററിംഗിൻ്റെ കണ്ടെത്തൽ. ഈ സമയത്താണ് പെട്രോൾ വാഹനങ്ങൾക്ക് ഗുണപ്രദമായ ആന്തരദഹന എഞ്ചിനുകൾ കണ്ടുപിടിക്കപ്പെടുന്നത്. ഇക്കാലത്ത് തന്നെ ഫോസിൽ ഇന്ധനങ്ങളുടെ ഖനനവും സംസ്കരണവും വ്യാപകമായി തുടങ്ങുകയും ചെയ്തത്. ഇതോടൊപ്പം പ്രസിദ്ധ അമേരിക്കൻ കാർ നിർമ്മാതാവായ ഹെൻറി ഫോർഡിൻ്റെ ഉൽപ്പാദന തന്ത്രങ്ങൾ മൂലം പെട്രോൾ കാറുകൾ കുറഞ്ഞ വിലയിൽ വൻതോതിൽ നിർമ്മിക്കാമെന്ന അവസ്ഥയുമുണ്ടായി. 1913-ൽ വൈദ്യുത കാറിൻ്റെ പകുതി വിലയെ പെട്രോൾ കാറിന് ഉണ്ടായിരുന്നുള്ളൂ. വൈദ്യുത വാഹനങ്ങളെക്കാൾ കുറഞ്ഞ വിലയ്ക്ക് പെട്രോൾ വാഹനങ്ങൾ ലഭിച്ചു തുടങ്ങിയതോടെ വേഗത്തിൽ ചാർജ് തീരുന്ന ബാറ്ററികളില്ലാത്തതും വേഗം കൂടുതലുള്ളതുമായ ഫോസിൽ ഇന്ധന വാഹനങ്ങൾ അതിവേഗം വിപണി പിടിച്ചടക്കി തുടങ്ങി. അതോടെ വൈദ്യുത വാഹനങ്ങൾ നിരത്തുകളിൽ നിന്നും തീർത്തും ഇല്ലാതായി എന്ന് പറയാം. 1990-ൽ അമേരിക്കയിലെ കാലിഫോർണിയ എയർ റിസോഴ്സ് ഫോർഡാണ് വൈദ്യുത വാഹനങ്ങൾ എന്ന ആശയം ആധുനിക കാലത്ത് വീണ്ടും മുന്നോട്ട് വയ്ക്കുന്നത്. മനുഷ്യനും പരിസ്ഥിതിക്കും ഹാനികരമായ മാരകവാതകങ്ങൾ പുറത്തുവിടാത്ത 0 വികീർണ വാഹനം എന്ന ചിന്തയിൽ നിന്നാണ് വൈദ്യുത വാഹനങ്ങൾ വീണ്ടും ഗതാഗത ചരിത്രത്തിൽ ഇടം നേടുന്നത്. ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വിലയിലെ കുതിച്ചുചാട്ടവും അവ എക്കാലവും നിലനിൽക്കില്ലെന്ന തിരിച്ചറിവും വൈദ്യുത വാഹനങ്ങളെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ ലോകത്തിന് പ്രേരണയായി. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ അന്തരീക്ഷത്തിൽ കാർബണിൻ്റെ അളവ് ഉയരുന്നത് ആഗോളതാപനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാകുന്നുവെന്നതും ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാൻ കാരണമായി. 2008-ൽ ബാറ്ററി സാങ്കേതിക വിദ്യയിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായതോടെ വൈദ്യുത വാഹനങ്ങൾക്ക് വീണ്ടും പ്രാധാന്യമേറി. സാധാരണ എഞ്ചിനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഒച്ചയില്ലാത്തതും പുകയില്ലാത്തതുമാണ്. ഇവയിൽ ക്ലച്ച് ചവിട്ടുകയോ ഗിയർ മാറ്റുകയോ ചെയ്യേണ്ടതില്ല. പെട്രോളിയം ഉൽപ്പന്നത്തിൻ്റെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ചിലവ് വളരെ കുറച്ചു മതി എന്നത് ഇലക്ട്രിക് കാറുകളുടെ നല്ല കാലത്തിന് തുടക്കമായി. വിവിധ രാജ്യങ്ങൾ വൈദ്യുത വാഹനങ്ങൾക്ക് വമ്പിച്ച നികുതി ഇളവുകളും സബ്സിഡികളും നൽകിയതോടെ ഇലക്ട്രിക് വാഹനങ്ങൾ കുതിച്ചുകയറ്റം തന്നെ നടത്തി. വൈദ്യുത വാഹനങ്ങൾക്ക് ജീവൻ നൽകുന്നത് അതിലെ ബാറ്ററികളാണ്. റീചാർജ് ചെയ്യാവുന്നവയാണ് ഇവ. ഇലക്ട്രിക്കൽ വെഹിക്കിൾ ബാറ്ററി എന്നാണ് ഇവയെ പൊതുവെ പറയപ്പെടുന്നത്. ഇവയാണ് വാഹനത്തെ ചലിപ്പിക്കുന്നത്. അതിനാൽ ട്രാക്ഷൻ ബാറ്ററി എന്നും ഇതറിയപ്പെടുന്നു. പെട്രോൾ ഡീസൽ വാഹനങ്ങളിലും ബാറ്ററി ഉണ്ടെങ്കിലും അവ വാഹനത്തിനുള്ളിലെ ലൈറ്റുകൾ കത്തിക്കുന്നതിനും എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനും മാത്രമാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. അതിനാൽ അവയെ SLI എന്നാണ് വിളിക്കുന്നത്. കുറച്ച് സമയത്തേക്ക് വൈദ്യുതി നൽകുന്നവയാണ് അവ. എന്നാൽ വളരെ ഉയർന്ന വോൾട്ടേജിൽ കൂടുതൽ സമയം വൈദ്യുതി നൽകുന്നവയാണ് ട്രാക്ഷൻ ബാറ്ററികൾ. വലിപ്പവും സംഭരണശേഷിയും കൂടുതലാണെന്ന് മാത്രം. മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നത് പോലെ കേബിൾ വഴി ഇതും ചാർജ് ചെയ്യാം. വൈദ്യുതി വാഹനങ്ങളുടെ വിലയുടെ പകുതിയും ഈ ബാറ്ററിയുടെ വിലയാണ്. ഒറ്റ ചാർജിങ്ങിൽ 500 കിലോമീറ്റർ വരെ ഓടാൻ സഹായിക്കുന്ന ബാറ്ററികൾ ഇന്നുണ്ട്. ഫോസിൽ വാഹനങ്ങളുടെ ബാറ്ററികളെ അപേക്ഷിച്ച് ട്രാക്ഷൻ ബാറ്ററിക്ക് ഊർജ്ജനഷ്ടം വളരെ കുറവാണ്. വൈദ്യുത ഊർജം യാന്ത്രിക ഊർജമാക്കി മാറ്റിയാണ് വൈദ്യുത വാഹനങ്ങൾ പ്രവർത്തിക്കുന്നത്.
രാസോർജം യാന്ത്രിക ഊർജമാക്കി പെട്രോൾ ഡീസൽ എഞ്ചിനുകളും പ്രവർത്തിക്കുന്നു. ഊർജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുമ്പോൾ ഊർജനഷ്ടം സ്വാഭാവികമാണ്. ഇത് ഏറ്റവും കുറവ് വൈദ്യുത വാഹന ബാറ്ററികളിലാണ്. വൈദ്യുത വാഹനങ്ങളിൽ ആദ്യകാലത്ത് ഉപയോഗിച്ച ട്രാക്ഷൻ ബാറ്ററിയാണ് ലെഡ് ആസിഡ് ബാറ്ററി. വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധാരണ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന തരം ബാറ്ററിയാണിത്. 1859 ഫ്രഞ്ച് ഊർജതന്ത്രജ്ഞൻ ഗസ്റ്റർ പ്ലാന്റെയാണ് ഇത് കണ്ടുപിടിച്ചത്. വലിയ വിലക്കുറവായിരുന്നെങ്കിലും സംഭരണശേഷി കുറഞ്ഞ ഈ ബാറ്ററികൾ ഇന്ന് ഉപയോഗിക്കുന്നില്ല. ഇന്ന് വൈദ്യുത വാഹനങ്ങളിൽ സാധാരണ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ് ലിഥിയം അയൺ ബാറ്ററി. ഇതിൽ കൂടുതൽ സമയത്തേക്ക് ഉയർന്ന അളവിൽ വൈദ്യുതി സംഭരിക്കാം. ഉയർന്ന ഊർജ സാന്ദ്രതയാണ് ലിഥിയം അയൺ ബാറ്ററിയുടെ ഏറ്റവും വലിയ സവിശേഷത. ഇത് ചാർജ് ചെയ്യാനും കൂടുതൽ സമയം വേണ്ട. ലാപ്ടോപ്പുകളിലും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് ഉപയോഗിക്കുന്ന ട്രാക്ഷൻ ബാറ്ററികളിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഇനമാണ് ലിഥിയം പോളിമർ ബാറ്ററികൾ. ഈ ബാറ്ററികളിൽ പ്രത്യേകതരം പോളിമറുകളാണ് ഉപയോഗിക്കുന്നത്. ഭാരം കുറഞ്ഞതും നല്ല രീതിയിൽ ചാർജ് സംഭരിക്കുന്നതുമായ ബാറ്ററികളാണ് ഇത്. വൈദ്യുത കാർ എന്നാൽ കുറഞ്ഞ വേഗത്തിൽ ഓടുന്ന പരിമിതമായ സൗകര്യമുള്ള ചെറിയ കാർ എന്നായിരുന്നു പൊതുവെയുള്ള കാഴ്ചപ്പാട്. എന്നാൽ ഈ സങ്കല്പം മാറ്റിമറിച്ച അമേരിക്കൻ കമ്പനിയാണ് ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ടെസ്ല കമ്പനി. സ്പോർട്സ് കാറുകളെ വെല്ലുന്ന കരുത്തും ഏതൊരു ആഡംബര കാറുകളോടും കിടപിടിക്കുന്ന സൗകര്യങ്ങളുമുള്ള വൈദ്യുത കാറുകളാണ് ടെസ്ല പുറത്തിറക്കിയത്. വൈദ്യുത വാഹനങ്ങളെക്കുറിച്ച് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ധാരണകളെയും ടെസ്ല മാറ്റിമറിച്ചു. ടെസ്ല കമ്പനി ഇറക്കിയ കാറുകളിൽ ഏറ്റവും പ്രസക്തമാണ് മോഡൽ എസ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഇലക്ട്രിക് കാറുകളിൽ 2ാം സ്ഥാനത്താണ് ഇത്. 2012 ഇത് പുറത്തിറങ്ങിയത്. ഒരു തവണ ചാർജ് ചെയ്താൽ 426 കിലോമീറ്റർ ദൂരം ഓടുന്ന ഈ കാറിന് അമേരിക്കയിൽ ഏകദേശം $2 കോടി രൂപയാണ് വില. വെറും 3 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ കഴിയുന്ന ഇരട്ട മോട്ടോറുള്ള പിക് 85D മോഡൽ കാറും ടെസ്ലയുടേതാണ്. പക്ഷിയുടെ ചിറകുകൾ പോലെ മുകളിലേക്ക് വിരിഞ്ഞിറങ്ങുന്ന ഫാൽക്കൺ ബിഗ് വാതിലുകളുള്ള മോഡൽ എക്സും ടെസ്ലയുടെ മറ്റൊരു ഇനമാണ്. ജൈവ ആയുധങ്ങളെപ്പോലും ചെറുക്കാൻ ഇവയ്ക്കാകും. ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു ഇനമാണിത്. സമ്പന്ന രാജ്യമായ നോർവേയിൽ കഴിഞ്ഞ വർഷം വിറ്റ കാറുകളിൽ മുന്നിൽ ഇതായിരുന്നു. ആഗോള ചരക്ക് ഗതാഗത രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ടെസ്ലയുടെ വാഹനമാണ് സെമി. പൂർണ്ണമായും വൈദ്യുതിയിൽ ഓടുന്ന വമ്പൻ ട്രക്കാണിത്. 36,288 കിലോഗ്രാം ഭാരമെടുക്കാൻ ശേഷിയുള്ള സെമിക്ക് ഫുൾ ലോഡുമായി 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ വെറും 20 സെക്കൻഡ് മതി. ലോഡ് ഇല്ലാതെയാണെങ്കിൽ വെറും 5 സെക്കൻഡ് മതി. ഒരു തവണ ചാർജ് ചെയ്താൽ 805 കിലോമീറ്റർ ഓടും. സാധാരണ ഡീസൽ ട്രക്കുകളേക്കാൾ 70% ചെലവ് കുറഞ്ഞതാണ് സെമി ട്രക്കിന്. അമേരിക്കൻ വാഹന വിപണിയുടെ 100 വർഷത്തെ ചരിത്രത്തിൽ ബുക്കിങ്ങിൽ റെക്കോർഡിട്ട കാറാണ് ടെസ്ലയുടെ മോഡൽ 3. 2016 ഇത് പുറത്തിറങ്ങിയത്. അമേരിക്കയിൽ 26 ലക്ഷം രൂപയാണ് ഇതിന് വില. 6 സെക്കൻഡിൽ 100 കിലോമീറ്റർ വേഗം ഓടുന്ന ഈ വാഹനം ഒരു തവണ ചാർജ് ചെയ്താൽ 346 കിലോമീറ്റർ ഓടും. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ വാഹനങ്ങളിൽ ഒന്നാണിത്. വൈദ്യുത വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ ടെസ്ല പുറത്തിറക്കിയ അതിവേഗ ചാർജിംഗ് സംവിധാനമാണ് സൂപ്പർ ചാർജർ. 120 കിലോവാട്ട് DC വൈദ്യുതി ലഭിക്കുന്ന ഈ ചാർജർ ഉപയോഗിച്ച് 1.25 മണിക്കൂർ കൊണ്ട് കാറുകൾ പൂർണ്ണമായും ചാർജ് ചെയ്യാം. 2017 കണക്കനുസരിച്ച് ലോകത്തെമ്പാടുമായി 1045 ചാർജിംഗ് സ്റ്റേഷനുകൾ ഇലോൺ മസ്കിൻ്റെ ടെസ്ല സ്ഥാപിച്ചിട്ടുണ്ട്. ഇവയിലെല്ലാമായി 7496 സൂപ്പർ ചാർജറുമുണ്ട്. അമേരിക്കയിൽ മാത്രം 443 ചാർജിംഗ് സ്റ്റേഷനുകളാണുള്ളത്. യൂറോപ്പ്, കാനഡ, മെക്സിക്കോ, പസഫിക് മേഖലകളിലെ രാജ്യങ്ങൾ ഇവിടെയെല്ലാം ടെസ്ലയ്ക്ക് ചാർജിംഗ് കേന്ദ്രങ്ങളുണ്ട്. ഭാവിയിലെ വാഹനമായ വൈദ്യുത വാഹനങ്ങളെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു. അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ. ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.